ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു ചിക്കൻ സോസേജും കൊണ്ട് റോൾ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു 8 പീസ് സോസേജ് എടുത്തിട്ട് അതിനെ നടുവേ കീറി വെച്ചിരിക്കുന്നു. 4 ചപ്പാത്തി ഞാൻ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് അതിന് വേണ്ട വെജിറ്റബിൾ എന്താണെന്ന് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ഒരു ക്യാരറ്റ്, ഒരു കുക്കുംബർ, അത് സാലഡ് വെള്ളരി, പിന്നെ ഒരു 3-4 ലെറ്റ്യൂസിൻ്റെ ലീഫ്, പിന്നെ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ക്യാബേജാണ്. ക്യാബേജ് ചെറിയൊരു പീസ് എടുത്ത് അത് ഞാൻ പച്ചയ്ക്ക് ഇടാതെ ഒരു ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നു. ഒരുപാടൊന്നും വെന്ത് പോയിട്ടില്ല, ഒരു മീഡിയം ഒരു ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾ നിങ്ങൾക്ക് ഉള്ളത് വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയാവും. എല്ലാം ഇല്ലെന്നുണ്ടെങ്കിൽ ഉള്ള വെജിറ്റബിൾ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണ്ടത് മയണൈസ് വേണം. 2 ടേബിൾ സ്പൂൺ മയണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസ്, പിന്നെ വേണ്ടത് ചില്ലി പൗഡർ, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. പിന്നെ നമുക്ക് ഇത് ആദ്യം സോസേജ് നമുക്കൊന്ന് പുരട്ടി വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മതിയാവും. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതും 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ മതിയാവും. ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഉപ്പ് വേണ്ട, ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ സോസേജിൽ ഉപ്പ് ഓൾറെഡി ഉണ്ട്. നമുക്ക് പുരട്ടി വയ്ക്കണം. അത് ഒരു 5-10 മിനിറ്റ് ഇരിക്കട്ടെ. ഇനി നമുക്ക് വെജിറ്റബിളിലേക്ക് ഒരു കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് മയണൈസും 2 ടേബിൾ സ്പൂൺ ഇടാം. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി നന്നായിട്ട് ഒന്ന് പുരട്ടി ഇളക്കി വയ്ക്കുക. മയണൈസ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. ടൊമാറ്റോ സോസ് അല്പം ചേർത്താൽ മതിയാവും. മയണൈസ് നമ്മൾ ചേർക്കുന്നത് ഇതൊന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ അത് ഡ്രൈ ആയിട്ട് അത് റോളിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ഇത് ഇങ്ങനെ ചേർത്താൽ കുറച്ചുകൂടെ നന്നായിട്ടിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, ഉള്ളത് വെച്ചിട്ട് നമ്മൾ ചേർത്താൽ മതിയാവും. ഇനി നമുക്കിത് സോസേജ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ പാനിലേക്ക് എണ്ണ ഇട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ എടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല, മീഡിയം കുക്കായാൽ മതിയാവും. അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റോൾ ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ ബട്ടർ പേപ്പർ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചപ്പാത്തി എടുത്ത് വയ്ക്കുക. ഇനി ഇതിലേക്ക് മയണൈസ് ഒരു അല്പം നമ്മൾ ഒന്ന് തേച്ച് കൊടുക്കുക. നന്നായിട്ട് അതിൻ്റെ പുറത്തെല്ലാം തേച്ച് കൊടുത്തതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന ടൊമാറ്റോ സോസും കൂടെ നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. മയണൈസ് ഇല്ലെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതിയാവും. ഇനി നമുക്ക് വെജിറ്റബിൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജിൽ 2 പീസ് എടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് ചപ്പാത്തി ഒന്ന് റോൾ ചെയ്ത് എടുക്കുക. ഇനി അതിന് ശേഷം ആ ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ ബാക്കി 3 എണ്ണം കൂടെ നമ്മൾ റോൾ ചെയ്തെടുക്കാം. ഇത് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഫുഡാണിത്. അതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.